പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അതു മുട്ടോളം പോരായേ, അരയോളം പോരായേ. അതു മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ അപ്പായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അതു മുട്ടോളം പോരായേ, അരയോളം പോരായേ. അതു മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4 അതിൻ്റെ 31 വചനം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും ഒരു നിറവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തി, അവൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് വിശുദ്ധ വേദോത്സവം പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. തൃത്വത്തിൽ മൂന്നാമനായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ നിറയ്ക്കുന്നത് ആരാണ്? അത് യേശു ക്രിസ്തു എന്ന് വിശുദ്ധ വേദോത്സവം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, പക്ഷെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ വന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയാണ്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു ക്രിസ്തു അവരുടെ മടിവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ ഭാഗം അങ്ങോട്ട് തുടർന്നു പോയിട്ട് അവിടെ യേശു കർത്താവ് അവരെ ധൈര്യപ്പെടുത്തി, ഞാൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അതിനെ തുടർന്ന് 23-ാമത്തെ വാക്യം പറയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ അവർ പറയണം, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് കർത്താവ് പറയണം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരവസരത്തിലല്ല, പല അവസരത്തിൽ ശിഷ്യന്മാരുടെ മേൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും.
നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തികളെ സംബന്ധിച്ചോളം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയിൽ, ഇവരുടെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുന്നത്. പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോഴും അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. ഇവിടെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1 പറയുകയാണ്, യെരുശലേമിന് സമീപത്ത് 12 മുതലുള്ള വാക്യങ്ങൾ, സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വരി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. അപ്പോൾ ഈ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകാറുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്തിനു വേണ്ടിയാണ്? ഇവിടെ നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് പറയാം, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പറയാൻ വലിയ ധൈര്യം വരികയാണ്. യേശുവിനെ ഉയർത്താൻ പരിശുദ്ധാത്മാവിലേ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് വെള്ളിയും പൊന്നൊന്നും ഇല്ല, ഞങ്ങൾക്ക് തരാൻ ഒന്നേ ഉള്ളത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. എന്നിട്ട് ആ പക്ഷപാതക്കാരൻ്റെ കരം പിടിച്ച് അവനെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിൽ നാം നിറയുന്ന സമയത്ത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറവ് എല്ലാവർക്കും ആവശ്യമാണ്. 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ ഒരു നിറവ് ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് അവർ ധൈര്യത്തോടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ പോകുന്നതും അവിടെ വെച്ച് 50-ലധികം വർഷമായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് മുടന്തനായി ജനിച്ച ആളെ അവർ സൗഖ്യമാക്കുന്നതും പിന്നെ അവർ സൗഖ്യമാക്കിയത് മുഖാന്തരം യേശുവിൻ്റെ അവരെ വിളിച്ച് തടവിലാക്കുന്നതും പിറ്റേന്നാൾ പുരുഷാരം തന്നെ എന്നിട്ട് പറയാണ് പിറ്റേന്നാൾ അവരുടെ പ്രമാണം യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതന്മാരും ഹന്നാവും ഉണ്ടായിരുന്നു. അവർ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ ആണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവരെ തടവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അപ്പോൾ പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് അവിടെയും പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇവൻ നിങ്ങളുടെ മുമ്പിൽ സൗഖ്യമായി നിൽക്കുന്നത്. എന്നിട്ട് പത്രോസ് പറഞ്ഞു, മറ്റൊരാളിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇവരിങ്ങനെ ഇവരുടെ ധൈര്യം ഇവരിതെല്ലാം കഴിയുമ്പം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയും, എങ്കിലും ഇവിടെ പറയാണ്, അത് ജനത്തിലധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യരോട് ഈ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇനിയും സംസാരിക്കരുത് എന്ന് തർജ്ജനം ചെയ്ത് അവരെ എന്ത് ചെയ്തു? വിട്ടു. എന്ത് വേണം? യേശുവിൻ്റെ നാമത്തിൽ അവശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അപ്പം പത്രോസ് പറയാണ്, ഞങ്ങൾക്ക് ദൈവത്തെയാണ് അനുസരിക്കാൻ പറ്റൂ, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കും, ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പി. എന്നിട്ട് അവർ പോയി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് അവർക്ക് കൽപ്പന ലഭിക്കുമ്പോഴാണ് അവർ പോയി ഒന്നിച്ച് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഇതായിരുന്നു. അത് കേട്ട് അവർ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടുകൂടെ ഇരുന്ന്
ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലയിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയെ മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളോ അത്ഭുതം ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ദൗത്യത്തിനുള്ള ശക്തി ലഭിക്കുക. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരു ദൈവവൈതലാണെങ്കിൽ, നാമും ദിനംതോറും പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമാണ്. നമുക്ക് നല്ലവണ്ണം സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ സഹായിക്കും. അങ്ങനെ ദിനംതോറും ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തരും ഇടയാകട്ടെ. നമുക്കതിനായി ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവർ മഹാശക്തിയോടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നും ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ ഈ ദിനങ്ങളിൽ നിറയപ്പെടട്ടെ. ദൈവവചനം ധൈര്യത്തോടെ പറയാൻ, യേശു ക്രിസ്തു ജീവിതത്തിൽ ചെയ്ത് ധൈര്യത്തോടെ പറയാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ സാക്ഷികളായി തീരാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ.